ഹലോ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. ഗ്ലോ അപ്പ് വിത്ത് സാൻഡി. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ബാഡ് ബ്രെത്ത് അല്ലെങ്കിൽ ബാഡ് ഓഡർ, പിന്നെ ഹൈജീൻ റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ബേസിക് ഹൈജീൻ റുട്ടീനാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ബാഡ് ബ്രെത്ത് അത് കൺട്രോൾ ചെയ്യാൻ എങ്ങനെയെന്ന് വെച്ചാൽ ജീരക വെള്ളം കുടിക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ ജീരകം കുറച്ചെടുത്തിട്ട് ചവച്ച് കഴിക്കാവുന്നതാണ്. ഓക്കെ, ആഫ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ്, പിന്നെ ആഫ്റ്റർ ലഞ്ച്, ആഫ്റ്റർ സ്നാക്ക് ടൈം, കോഫി ടീ എന്തെങ്കിലും കുടിച്ചാൽ തന്നെ നിങ്ങൾ എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ മൗത്ത് ഫ്രഷ്നർ എന്ന് പറയുമ്പോൾ ഒരുപാട് കിട്ടുന്നുണ്ട്. അതായത് ജീരകം പോലെ തന്നെ പെരുംജീരകം എന്ന് പറയും, അതായത് ഫെനൽ സീഡ്സ്, അത് എടുക്കാവുന്നതാണ്. നന്നായി ഇത് തന്നെ ഇതിൻ്റെ വെള്ളമാക്കി കുടിക്കാവുന്നതാണ്. തിളപ്പിച്ച് ആറിച്ച വെള്ളം കുടിക്കാവുന്നതാണ്. ഓക്കെ, പിന്നെ ഡ്രൈ മൗത്ത്, പിന്നെ ഡ്രൈ സ്കിന്നൊക്കെ ഉള്ളവർ, ഡീഹൈഡ്രേഷൻ ഫേസ് ചെയ്യുന്നവരൊക്കെ നന്നായി വെള്ളം കുടിക്കണം. പിന്നെ അണ്ടർ ആംസിലും ബോഡി ഓഡറിൻ്റെ പ്രശ്നങ്ങൾ നമ്മൾ കാണപ്പെടാറുണ്ട്. അപ്പോൾ എന്താണെന്ന് ചെയ്യാന്ന് വെച്ചാൽ അവിടുത്തെയൊക്കെ ഒരു ഹെയറൊക്കെ റിമൂവ് ചെയ്ത് ക്ലീനാക്കി വെക്കുക. പിന്നെ എപ്പോഴും പോലെ സെൻറ്റ്, ഡിയോഡ്രൻറ്റ്, അങ്ങനെ ബോഡി സ്പ്രേസൊക്കെ റെഗുലറായി ഉപയോഗിക്കുക. പിന്നെ നാച്ചുറലായിട്ട് ബോഡി ഓഡറൊക്കെ കൺട്രോൾ ചെയ്യാൻ നല്ലോണം വെള്ളം കുടിക്കുക. പിന്നെ വെള്ളമുള്ള കണ്ടൻറ്റുള്ള സാധനങ്ങളൊക്കെ കഴിക്കുക. അതായത് കുക്കുംബർ ആവാം, പിന്നെ ലെമൺ ജ്യൂസ്, പിന്നെ വാട്ടർ മെലണ്, ഇളനീര്, ഇങ്ങനെ ഒക്കെ പല തരത്തിലും ഞങ്ങൾക്ക് ഹൈഡ്രേഷനായിട്ട് വയ്ക്കാവുന്നതല്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ ഫോളോ ചെയ്തുകൊണ്ട് വരിക. റെഗുലറായിട്ട് റൂട്ടീനിൽ ഉൾപ്പെടുത്താൻ നോക്കുക. അപ്പോൾ നല്ലോണം ഞങ്ങളുടെ ബോഡിയിൽ തന്നെ ചേഞ്ചസ് ഉണ്ടാവാൻ നമുക്ക് ഹെൽപ്ഫുള്ളാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ബാഡ് ബ്രെത്ത് ഒരുപാട് പേര് ഫേസ് ചെയ്യപ്പെടാറുണ്ട്. അത് പുറത്തൊന്നും നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റാത്ത ഒരു ടോപ്പിക്കാണ്. അപ്പം ബാഡ് ഓഡർ എന്ന് പറയുമ്പോൾ നിങ്ങൾ അറ്റ്ലീസ്റ്റ് 3 നേരം പല്ല് തേച്ചിട്ട് ക്ലീനാക്കി വെക്കുക. പിന്നെ ഒരുപാട് സ്മെല്ലായിട്ട് തോന്നുകയാണെങ്കിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നന്നായിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ മൗത്ത് ഫ്രഷ്നർ ഉപയോഗിക്കുക. പിന്നെ മൗത്ത് വാഷ് എന്ന് കിട്ടും, പല്ല് തേച്ച് കഴിഞ്ഞിട്ട് അത് മൗത്ത് വാഷ് വെച്ച് നന്നായി വാഷ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, പിന്നെ ഒരുപാട് ഡ്രൈനെസ് തോന്നുകയാണെങ്കിൽ നല്ലോണം വെള്ളം കുടിക്കുക. പിന്നെ എല്ലാ സീസണൽ ഫ്രൂട്ട്സും നന്നായി ഉൾപ്പെടുത്തുക. പിന്നെ പച്ചക്കറികൾ ഉൾപ്പെടുത്തുക. ഓക്കെ, പിന്നെ എക്സസൈസ് ചെയ്യുക. പിന്നെ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടത്. പിന്നെ അടുത്തതെന്ന് പറയാനായിട്ടുള്ളത് ബേസിക്കായിട്ടുള്ള ഒരു ഹൈജീൻ ടിപ്സാണ്. ഓക്കെ, നമ്മൾ എപ്പോഴും ഏത് സീസണിലായാലും ശരി നമ്മൾ നല്ല കോട്ടൺ തുണി, കോട്ടൺ മെറ്റീരിയലാണ് ഉപയോഗിക്കേണ്ടത്. ചൂട് ഒരുപാട്, അതായത് സിന്തറ്റിക് ആയിട്ടുള്ള ഷിഫോൺ ടൈപ്പായിട്ടുള്ള മെറ്റീരിയൽസ് ഒന്നും ഉപയോഗിക്കാതിരിക്കുക. ഹീറ്റ് ബോഡി ഉള്ളവർ, ഹീറ്റ് ടെമ്പറേച്ചർ അധികമായി ഫേസ് ചെയ്യുന്നവർക്കൊക്കെ ഇത് പ്രശ്നമായിട്ട് മാറാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് കോട്ടൺ ആയിട്ട് ദേഹത്തിന് തണുപ്പാകാനുള്ള ഒരു ബ്രീത്തബിൾ ആയിട്ടുള്ള ഒരു ക്ലോതിങ് മെറ്റീരിയലാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. ഓക്കെ, എപ്പോഴും ഞാൻ പറയുന്ന പോലെ വെള്ളം കുടിക്കുന്നത് ശീലമാക്കുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്ത് നോക്കണം. പിന്നെ എന്ന് പറയാനുള്ളത് നന്നായി സ്കിൻ കെയർ റുട്ടീനൊക്കെ ചെയ്തെടുക്കുക. പിന്നെ ഓറൽ
ആയിട്ടുള്ള ഹൈജീന് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതാണ്. പിന്നെ ഇനിയൊരു കാര്യം പറയാനുള്ളത്, ബാഡ് ബ്രെത്ത് ഉള്ളവർ അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ കോഫി, ടീ, പിന്നെ ഇങ്ങനെ ഒരുപാട് ഈ മിൽക്ക് പ്രോഡക്ട്സൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്ത് നോക്കേണ്ടതാണ്. പിന്നെ ഷുഗർ ഒന്നും കുറയ്ക്കണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കഴിക്കുന്നതിലൂടെ ഒരുപാട് അത് ഇൻക്രീസ് ആവും. അപ്പോൾ ഇതിൻ്റെ പ്ലേസ്, അതിൻ്റെ പകരം എന്തായിട്ട് ഉപയോഗിക്കാം എന്ന് വെച്ചാൽ ഹെർബൽ ടീസ് ഉണ്ടാവും. ഓക്കെ, ഗ്രീൻ ടീ ഉപയോഗിക്കാം, അതൊന്ന്. ഇല്ലെങ്കിൽ ഫെനൽ ടീ എന്ന് പറയും. അതായത് ഞാൻ പറഞ്ഞ പോലെ തന്നെ വലിയ ജീരകം വെച്ചിട്ടുള്ള വെള്ളമായിട്ട് കുടിക്കാവുന്നതാണ്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ബോഡി ഹൈഡ്രേഷനായിട്ട്, കൂളായിട്ട്, ഹെൽത്തി ആയിട്ട്, അതായത് വായിൽ ഇല്ലാതെ, ഒരു പ്രശ്നമില്ലാതെ, അതായത് ഗമ്മ് പ്രശ്നങ്ങൾ ചിലർക്കുണ്ടാവും, പിന്നെ ടൂത്ത് ഏക്ക് എന്ന് പറയുമല്ലോ, അങ്ങനെ ഒരുപാട് പേര് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണതെന്ന് വെച്ചാൽ നന്നായി ഹെൽത്തി ഫുഡ് എപ്പോഴും കൺസ്യൂം ചെയ്യാൻ നോക്കുക, ശീലമാക്കുക. ഓക്കെ, നിങ്ങൾക്ക് അലർജി തോന്നുന്ന കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ നോക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ പിന്നെ പറയാനുള്ളത്, ഇതിൽ ടീ, കോഫി കുറയ്ക്കാൻ ഞാൻ പറഞ്ഞു. അതേപോലെ തന്നെ ഹെർബൽ ടീസ് ഉപയോഗിക്കുക. പിന്നെ നല്ലോണം ഹൈഡ്രേഷനായിട്ട് ഇരിക്കുക. പിന്നെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ആസ് സൂൺ ആസ് പോസിബിൾ എന്ന് പറയില്ല, എത്രയും പെട്ടെന്ന് അതിനൊരു കൺക്ലൂഷൻ ഇല്ലെങ്കിൽ സൊല്യൂഷൻ കണ്ടെത്താൻ നോക്കേണ്ടതാണ്. ഓക്കെ, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്നുള്ള ഒരു ഓപ്ഷൻ തന്നെ എനേബിൾ ചെയ്യുക. ഓക്കെ, ഇനിയൊരു കാര്യം പറയാനുള്ളത്, ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എങ്ങനത്തെ മുമ്പിൽ എങ്ങനത്തെ ടൈപ്സൊക്കെ വീഡിയോസ് വേണമെന്ന്. അതായത് 90 ഡേയ്സിൻ്റെ ഹെയർ കെയർ റുട്ടീൻ വേണോ, പിന്നെ സമ്മർ ഹെയർ കെയർ റുട്ടീൻ പോലെ വേണോ, പിന്നെ ഹൈജീൻ ടിപ്സ് ഉള്ളത്, ഫാഷൻ ടിപ്സ് ഉള്ളത്. അപ്പോൾ എല്ലാവരും അതൊന്ന് കമ്മ്യൂണിറ്റി ടാബ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. പിന്നെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ കമൻസിലൂടെ കമൻറ്റ് ചെയ്ത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ഓക്കെ, അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും